നൊന്ത് വളർത്തിയ മക്കൾ, ആറ്റുനോറ്റ് വളർന്ന മക്കൾ, ഒരു പള്ളിക്കകത്ത് വിവാഹം നടക്കേണ്ട മക്കൾ, ഒരു പൂജാരിയുടെ സാഹചര്യത്തിൽ മണ്ഡപത്തിൽ വിവാഹം നടത്തേണ്ട മക്കൾ ഇന്ന് കയറിയേക്കുവാ ലിവിങ് ടുഗദർ. മലയാളം വേണമെങ്കിൽ കല്യാണം വേണ്ട. തിരുവനന്തപുരം നാഗർകോവിൽ വണ്ടി, അവൻ കുടിത്തറ, അവള് തക്കല. മനസ്സിലാകുന്നവർക്കായി അവിടം വരെ ഇന്നത്തെ വിവാഹം തീർന്നു. ഇതെല്ലാം മനസ്സിലാക്കണം. പുറകെ വായിക്കും. ദാണ്ടെ ഇഷാന് സൂര്യൻ ട്രാൻസ്ജെൻഡർ മാര്യേജ്. അടുത്തത് ആർക്കും തരാം. കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ദാണ്ടെ കോടതി മുതറി. ഇതെല്ലാം ലൈവ് കണ്ടോണം. കോടതി മുറിയിൽ യോഗം കഴിഞ്ഞാൽ നോട്ട് തരാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ രണ്ട് വനിതാ വക്കീലുമാർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ അന്ത്യകാലം കേരളത്തിലെ സംഭവങ്ങൾ. നമ്മുടെ പ്രിയങ്കരനായ MP രാജേഷ്, തദ്ദേശ വകുപ്പ് മന്ത്രി, വെള്ളറ പഞ്ചായത്ത് സെക്രട്ടറിയോട് എൻ്റെ പേര് പറ. ഇന്ന് പറയുന്നു ചെറുക്കന് പെണ്ണ് എവിടെ നിന്ന് കൈവച്ചാലും മതി. ഓൺലൈൻ മാരേജ്, പൈസ അടച്ചാൽ സർട്ടിഫിക്കറ്റ്, പിന്നെ ഹാജരായാൽ മതി. ദാ കിടക്കുന്നു വരൻ ഉദുക്രൈൻ, വധു പുനലൂർ. ഓൺലൈൻ മാരേജ് നടത്താൽ, പ്രായപൂർത്തിയായ ആധാർ കൊടുത്താൽ അവൻ നിയമത്തെ മാറ്റിയോ മാമേ? അവൻ നിയമത്തെ മാറ്റും. ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ബൈബിൾ എടുത്താട്ട് he will take it the land order, CRPC, IPC now ongoing, BNS ഭാരതീയ ന്യായ സംഹിത വരെ അവന്റെ കയ്യിൽ വായിക്കാവോ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചിട്ട് മോനെ. അവൻ അത്യുന്നതന് വിരോധമായി വായിക്കാവോ. അവൻ അത്യുന്നതനായവന് വിരോധമായി, ഏതെന്റെ ഭൂങ്കാപനത്തിൽ മനുഷ്യനെ സംയോജിപ്പിച്ച ദൈവത്തിന് വിരോധമായി വായിക്കാം. വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതാ കണ്ടില്ലേ അമ്മാമ, ഇതുവരെ കേൾക്കാത്ത വാർത്തയില്ലേ പത്രവാർത്ത? ഇതാ സമയങ്ങൾ നിയമങ്ങളെയും മാറ്റും. He will take the land order. ബൈബിൾ 10 യുഗം നാളെ സംസാരിക്കും. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽ പ്രവചനം, 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇതെല്ലാം ബൈബിളിലുണ്ട്. ഇന്നത്തെ സംഭവങ്ങൾ ദാനിയേൽ 9:27 വായിക്കാം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അമ്മാമ നിയമം മാറി, കല്യാണം മാറി, നിയമത്തെ കഠിനമാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാക്കി കൂടെ കേട്ടാട്ടെ. അമേരിക്ക തീരാൻ പോകുന്നു. അവിടെ നിൽക്കട്ടെ മോനെ, ബാക്കി നാളെ വായിക്കാനുണ്ട്. ഇതെല്ലാം നാളെ അന്ത്യകാല സംഭവം. അമേരിക്കയുടെ വിഷയം വരാം. അമേരിക്കയിൽ എല്ലാവരും കേൾക്കണം. 1991 എല്ലാവരും കേട്ടാട്ടെ. 1991 ബിൽ ക്ലിന്റൺ അമേരിക്ക ഭരണത്തിൽ വന്നു. ആദ്യ സ്വവർഗ വിവാഹം ഇഷ്ടമുള്ള ചെറുക്കനും പെണ്ണിനുമല്ല. അന്നത്തെ പാസ്റ്റർമാർ സഭയിലെ എല്ലാവരും ചെന്ന് പറഞ്ഞു, സാറേ അമേരിക്കക്കാരിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അജിയാണ്. അതിനകത്ത് ഡോളറിനകത്തൊരു വാക്കുണ്ട്, ഇൻ വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവത്തെ മറുതലിക്കരുത്. അന്ന് തൊട്ട് അമ്മമ്മയെ അമേരിക്ക കാറ്റ് ഏതൊക്കെ തമിഴ്നാട് ഭാഷ അരുമയാന പൂയൽ, റീത്ത, കത്രീന, ബിൽമ, ഗാർവി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടെ. സന്തോഷം ഇല്ലല്ലോ കുഞ്ഞമ്മാമ, സ്വോത്രം. എന്നൊക്കെ പ്രായമുള്ള അച്ചായൻ തോന്നിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് കാറ്റില്ലേ അടിക്കുന്നത്. 2025 ഇപ്പൊ ചർച്ചിലെ പയ്യന്റെ പേര് പഠിച്ചു, ബിബിൻ ജോയ്. ഈ മെയ് മാസത്തിൽ ഞാൻ പാറശാല കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര കാറ്റ്. പ്രശാന്തി കള്ളു കുടിക്കാൻ വന്നമാരെല്ലാം വെയിറ്റിംഗ് ഷെഡ് ഇന്നുകൊണ്ട് പറന്നു പോയില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ അമ്മമ്മ, അന്ത്യകാലമായി. കണ്ടില്ലയോ ഇന്നാൾ പാലക്കാട് ഒരു ചേച്ചി പറഞ്ഞു കേട്ടില്ല, എന്നെ മേലോട്ട് കൊണ്ടുപോയിട്ട് താഴോട്ടിട്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി നീ ഗുണം പിടിച്ചാന്ന് ഏലിയാവ് പോയ പോലെ പോകും. കരം ഉയർത്തുന്നവർക്കായി മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ. വെള്ളരുടെ കാറ്റ്, ആറാട്ടുവഴി കാറ്റ്, പന്നിമലക്കാറ്റ്, ഇതെല്ലാം അന്ത്യകാലമാണ്. അമേരിക്ക കാറ്റടിച്ച്. ആരാ അമേരിക്ക? ചെറുപ്പക്കാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ഗഗനമാ കേട്ടിരിക്കുന്നത്. നമ്മൾ തിരുവനന്തപുരം എയർപോർട്ട് ഒരു വിമാനം 33,000 അടി. അമേരിക്കയിലെ റഡാറല്ല കാണുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് എയർപോർട്ട്, കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ റഡാർ വെച്ചിട്ടുണ്ട്, ശംഖുമുഖത്തെ കണക്ക്. അതിനകത്തൊരു ശബ്ദമടിക്കും. ജോഗ്രഫി ടീച്ചർ 5 മരങ്ങാരെ ചോദിക്കണം. അതിൻ്റെ പേര് ബട്ടർഫ്ലൈ എഫക്റ്റ്. മനസ്സിലാകുന്നവർക്കായി ശംഖുമുഖത്ത് പറക്കുന്ന വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കും. പക്ഷേ അമേരിക്കയിൽ ഒരു കാറ്റടിച്ചത് ഒരു ക്യാമറയും കണ്ടില്ല. സന്തോഷമില്ലല്ലോ ദൈവമാര്. രണ്ടാമത്തെ കാര്യം, ബിൽ ക്ലിന്റൺ അമേരിക്കയിൽ പ്രസിഡന്റ് ആയപ്പോൾ രണ്ടാമതൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യാൻ ലൈസൻസ്. 7 മാസം പ്രായമുള്ള കുഞ്ഞിന് സഹോദരിമാർ വയറ്റിനകത്ത് ഞെക്ക്, അവിടെ കുഞ്ഞ് മരിക്കും. കാരക്കോണത്ത് എന്നതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പറയും സർജറിയും, കുഞ്ഞ് മരിച്ച് കേസില്ല. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ അമ്മച്ചിമാർ ഇവിടെ കേട്ടാട്ടെ, 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ലോകരാഷ്ട്രമാ അമേരിക്ക. മനസ്സിലാകുന്നവർക്ക് ആ നിയമം വന്നപ്പോൾ കത്തോലിക്ക സഭ അധ്യക്ഷൻ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ചെന്ന് ബൈബിൾ വായിച്ചെന്നാ പറഞ്ഞ ബിൽ ക്ലിന്റൺ, മക്കൾ യഹോവ തരുന്ന ദാനം, ഉദരഫലം യഹോവയുടെ പ്രതിഫലം, ഒപ്പിടരുത്. മനസ്സിലാകുന്നവർക്കായി കേട്ടാട്ടെ നാട്ടുകാർ. പക്ഷേ ബിൽ ക്ലിന്റൺ കേട്ടില്ലേ? ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബെള്ളറുടെ കാനഡ, ടൊറന്റോ, ആൽബർട്ടോ, കിച്ചണർ അവിടെ എല്ലാം പോയിരിക്കുക. നയാഗ്ര ഫാൾസ്, എഡ്മണ്ട്.
ഞാൻ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ എഞ്ചിനീയറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ കടുത്ത കൈയായിപ്പോയി എങ്കിലും പറയാം. അപ്പോൾ എന്നോട് പറയും, സാറേ മലയാളി പെൺകുട്ടികൾ ഇവിടെ അവിഹിത ഗർഭം, ഇവിടെ അബോർഷൻ ഇല്ല, കളിക്കാവിള എന്ന് പാറശ ഇഞ്ചിവിള ചാടുന്ന പോലെ അബോർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പോയി റോഡ് പെർമിറ്റ് എവിടംവരായി അമ്മമ്മ. കാനഡയിലൊക്കെ കാര്യം തീരാറായി. 25 ഗ്രാം മയക്കുമരുന്ന്, വെള്ളരുടെ ജവാനേ ഉള്ളു, അവിടെ മയക്കുമരുന്ന് സ്വോത്രം. പിള്ളേരെ വിടുന്ന എല്ലാം സൂക്ഷിച്ചു വേണം, എല്ലാം കൈവിടപ്പെട്ടു പോകുന്ന ഒരു കാലം. ഇന്ന് രാത്രി അമേരിക്കയിൽ 37 ബാങ്കുകൾ പൊട്ടിപ്പോയി. അതുകൊണ്ടായി ട്രംപ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബാങ്കുകളും പൊട്ടി. JP മോർഗൻ, ഫസ്റ്റ് ബാങ്ക്, സകലത്തിനും അമേരിക്കയിൽ പൊട്ടി. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? എല്ലാത്തിനെയും വണ്ടി കയറ്റുന്നു. അമേരിക്കക്കാരനൊന്നുമല്ല ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഗൾഫുകാരാണോ ഭാഗ്യവാൻ? ഖത്തറിൻ്റെ മേളിൽ മിസൈൽ വന്നപ്പോൾ മലയാളികൾ കിടന്ന് വെള്ളം കുടിക്കുന്നതിന് എന്നാ ഞങ്ങളുടെ മേളിൽ വരുന്നതെന്ന്. ആ സമയത്ത് പറയോ, അമ്പൂരിയിലെ തോമാച്ചാനാണോ ഭാഗ്യവാൻ? 40 ദിവസം മഴ പെയ്ത് റബ്ബറിൻ്റെ ഇലയും പോയി. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്ക്. പട്ടയമില്ല, പാലുമില്ല. അത് കഴിഞ്ഞിട്ട് അമ്പൂരി, വാടിച്ചൽ, കുട്ടമല, അവിടെ എല്ലാം എന്താ ചെയ്തത്? ഉള്ള കാറ്റടിച്ച് ഓണത്തിന് മിക്കായിരുന്ന കൊലകളെല്ലാം മറിഞ്ഞു. സന്തോഷമില്ലല്ലോ, മരച്ചീനിയും തീർന്നു. ഇന്ന് രാത്രി അമേരിക്കയിൽ അച്ഛനാണോ ഭാഗ്യവാൻ? ഗൾഫിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാണോ ഭാഗ്യവാൻ? അമ്പൂരിയിൽ എസ്റ്റേറ്റുള്ള തോമാച്ചായനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഇന്ന് രാത്രി ഭാഗ്യവാന്മാർ. ഈ ഗ്രൗണ്ടിനകത്ത് ഭാഗ്യകരമായ ഒരു കൂട്ടമിരിപ്പുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി കൊട്ടുകോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടുത്തത്, കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമോ? വായിക്കാം. 2 വാക്യം ഇടവേള, പിന്നെ 2 വാക്യം അവസാനിപ്പിക്കാം. ഈ റണ്ണിങ് വണ്ടി അങ്ങ് ഓടട്ടെ. യെശയ്യാ പ്രവചനം 3:12 വായിച്ചിട്ട് മോനെ, ഇവിടുത്തെ നിയമം മാറി. യെശയ്യാ പ്രവചനം 3:12 ബൈബിളുള്ള അമ്മച്ചിമാരെല്ലാം എടുത്തിട്ട് യെശയ്യാ 3:12 വായിക്കാം. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ മധ്യേ വായിക്കാം മോനെ. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. മോൻ നിന്നാട്ടെ. ഇതിന്റെ പേരാ പോസ്കോ. നല്ല കേരള, സാക്ഷര കേരള, സുന്ദര കേരളം. കഴിഞ്ഞ 2 വർഷമായി കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് 100 കേസ് പോസ്കോ. എന്താ പോസ്കോ? കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു പോസ്കോ. അടുത്തത് വായിക്കാം. സ്ത്രീകൾ അവരെ വാഴുന്നു. അവിടെ നിന്നാട്ടെ. കുഞ്ഞുങ്ങൾ ബാലരാമപുരം. എല്ലാവരും കേട്ടാട്ടമ്മാമേ, 9 മാസവും 9 ദിവസവും 9 വിനാഴിക്ക് നൊന്ത് പ്രസവിച്ച ദേവനന്ദ എന്ന് പറയുന്ന ഒരു മോള് ഇതായിരിക്കുന്ന കൊച്ചുമോളനൊക്കെ കിണറ്റിലിട്ട് അമ്മച്ചി. ബാലരാമപുരം. തീർന്നോ കേരളം? തിരുവനന്തപുരം പിടിക്കാവും. അടുത്ത വൈറ്റില. കേട്ടോണം അമ്മമ്മേ, ലോകം തീരാറായി. കേട്ടോണം, വൈറ്റില. ഒരു പെൺകുട്ടി ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി. 2 മാസം പ്രായമുള്ള കുഞ്ഞ്. ഭർത്താവെന്ന് ഇറങ്ങിപ്പോയി. അവൾ കൊച്ചിനെ കഴുത്ത് ഞെരിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫ്ലിപ്കാർട്ട് കൊണ്ടുവരുന്ന കാർട്ടൂണിനകത്ത് കൊച്ചിനെ പൊതിഞ്ഞു ഓടുന്ന വണ്ടിയിൽ വൈറ്റിലയിൽ എറിഞ്ഞു. അന്ത്യകാലം. അടുത്തൂടെ കേടു. കളമശ്ശേരി. ഭർത്താവും ഭാര്യയും വഴക്കുണ്ടായി. 1 വയസ്സുള്ള കുഞ്ഞ്. അവൻ കളഞ്ഞിട്ട് പോയി. ഒരു പുതിയ കാമുകൻ വന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ എൻ്റെ വധുവാക്കാം. ജനിച്ച കുഞ്ഞിൻ്റെ മുഖം നോക്കാതെ ആൺകുഞ്ഞ് 1 വയസ്സുള്ള കുഞ്ഞിനെ കതകിൻ്റെ കീഴിൽ കയറ്റി ഞെരിച്ചു. അവസാനം കളമശ്ശേരി ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടറോട് പറഞ്ഞ് കതവിൻ്റെ കീഴിൽ കയറി. ഡോക്ടർ പൊട്ടനല്ല. അവസാനം പോലീസിനെ വിളിച്ച് അടികിട്ടി കുഞ്ഞ് മരിച്ചുപോയി. ആദ്യത്തെ അച്ഛൻ്റെ മൊബൈൽ നമ്പർ എല്ലാവരും കേട്ടണം. 1 മാസം പത്രത്തിൽ കൊടുത്തു. മൊബൈൽ ഓപ്പ് വന്നില്ല. ആശുപത്രിക്കാർ അടക്കാൻ മോർച്ചറിയിൽ നിന്ന് എടുത്തപ്പോൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, അദ്ദേഹം റിട്ടയറായി. അദ്ദേഹം പറഞ്ഞ് ആരും അടക്കണ്ട, ഞാൻ അടക്കാം. ശമ്പളത്തിലെ 7000 രൂപ കൊടുത്ത് ഒരു IPS കാരൻ പെട്ടി മേടിച്ചു. പുറയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് മകനെ വിടാ. ആ പെട്ടിയുടെ മേളിൽ ഒരു കിലുക്ക്. സൂര്യനെ പോലെ മുഖമുള്ള 1 വയസ്സുകാരനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി IPS കാരെ അടക്കി. എവിടായി അമ്മാമേ? കേരളം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ കരമുയരുന്നില്ലല്ലോ. വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ബാക്കി CSIക്കാർ ഇവിടെ ഇരിക്കണം. അരുമാനൂർ CSI വർഷങ്ങളിൽ ഞാൻ പ്രസംഗിച്ച പൂവാർ പഞ്ചായത്ത് സെക്രട്ടറി എൻ്റെ സുഹൃത്താവ്. അവരുടെ സഹോദരൻ CSIയിൽ അച്ഛന്. ആ പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ഡിസംബറിൽ എന്നെ വിളിച്ച്, സാർ കർത്താവ് വരാറായി. ഞാൻ ചോദിച്ചു, സാറിന് ദർശനം കിട്ടിയോ? അപ്പൊ പറഞ്ഞൊരു കാര്യം, തിരുവനന്തപുരം ജില്ല പൂവാർ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ മാതാപിതാക്കൾ കരം ഉയരുന്നില്ലല്ലോ. SATയിലും ക്രെഡൻസി ശാന്തമ്മയുടെ അടുത്തും 4-5 KJKയിലും കാലത്തെ 5:30 കാത്തിരിക്കുക ഒരു കുഞ്ഞിനെ കിട്ടാൻ ഇഞ്ചക്ഷന് വേണ്ടി. ആ സമയത്ത് 4 ലക്ഷം രൂപയ്ക്ക് പൊന്നോമനെ കൺമണിയെ വിറ്റ കേരളം.
തീരാൻ പോവാ മാമേ. ഇതെല്ലാം അന്ത്യകാല സ്ത്രീകൾ അവരെ വാഴുന്നു. പണ്ട് സ്ത്രീകൾ ഭാരത സ്ത്രീധൻ പാപശുദ്ധി, ഇന്ന് സ്ത്രീകളുടെ ജോലി മയക്കുമരുന്ന്, കഞ്ചാവ് കടത്ത MDMA. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടക്കാരി മസ്കറ്റിൽ പോയി തിരിച്ച് കാവ്യമാധവനെ പോലെ വന്ന് പോലീസ് ഒരു കുത്ത് കിട്ടി, 4 കിലോ MDMA. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. പണ്ട് സൗകര്യമാർ വീടിൻ്റെ ഐശ്വര്യം, നാടിൻ്റെ ഐശ്വര്യം, ഭാരത സ്ത്രീധൻ പാപശുദ്ധി എല്ലാം ഇന്ന് മയക്കുമരുന്ന്, കഞ്ചാവ് കടത്ത്. തീർന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ കുറ്റം പറയരുത്, ഹരീന്ദ്രനെ IB സതീഷിനെ കുറ്റം പറയരുത്. അതിനകത്ത് ചില നടിമാര് കൊടുത്ത റിപ്പോർട്ട് കണ്ടാൽ കേരളം ഞെട്ടും. സ്വന്തം സമൃദ്ധിക്ക് വേണ്ടി അമ്മമാർ കേരളത്തിലെ പെൺകുട്ടികളെ സീരിയലിന് സിനിമയ്ക്കും വിറ്റ് കാശാക്കി. സ്വത്രം. ഹേമ കമ്മിറ്റി തുറക്കത്തില്ല. പോലീസുകാരെ ചിലർ വായിച്ചിട്ട് കരഞ്ഞെന്നാ പറയുന്നത്. അന്ത്യകാല സ്ത്രീകൾ അവരെ വാഴുന്നു. തീർന്നു. ലോകം തീരാറായോ? വായിക്കാം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. എന്റെ ജനമേ, നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നടത്തുന്ന ഈ ക്രമമെല്ലാം പോയി. ഒരു മന്ത്രിയും കുറ്റം പറയരുത്, ഒരു മുഖ്യമന്ത്രിയും പറയരുത്. സിസ്റ്റം ചേഞ്ച്. ഒരുവൻ വരുന്നു, സിസ്റ്റം ചേഞ്ച്. എല്ലാം മാറി. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഒന്നാമത്തെ ഇടവേള. പിന്നെ 2 വാക്യം കൂടെ കഴിയുമ്പോൾ തീർക്കാം. FSC ലേഖനം 5, 15, 16. ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. അമ്മച്ചിമാരും അച്ഛന്മാരും ബൈബിൾ എടുത്താട്ടെ. FSC ലേഖനം 5, 15, 16. അതാ VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. VD സതീശന്റെ സെക്രട്ടറി ഞാൻ പഠിപ്പിച്ച നല്ല കുഞ്ഞ്, അവനാ ഇപ്പൊ ബൈബിൾ എഴുതി കൊടുക്കുന്ന. സന്തോഷമില്ലല്ലോ. സ്വത്രം. എന്നും VD സതീശൻ ബൈബിളാണ് പ്രസംഗിക്കുന്നത്. സ്വത്രം. ആരാണ്ട് പറഞ്ഞ ആത്മീയ മന്ന ബൈബിൾ കോളേജ്, അവിടെ അങ്ങ് പുള്ളി വന്നിട്ടില്ല. സ്വത്രം. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ പഠിപ്പിച്ച ആളാണ് ഞാൻ. സന്തോഷമില്ലല്ലോ. സ്വത്രം. പുള്ളിക്കാരനായി ഇത് എഴുതി കൊടുക്കുന്നത്. വായിക്കാം. FSC 5, 15, 16. ഇന്ന് VD സതീശൻ വീഡിയോ എടുക്കുക. വായിച്ചാട്ടെ. ആകയാൽ സൂക്ഷ്മതയോടെ, ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇതാ പറഞ്ഞത്. നടപ്പ് ശരിയാക്കണമെന്ന്. കഴിഞ്ഞ ചെറുപ്പക്കാരുടെ ഓണത്തിന് ഏതോ പെന്തിക്കോസുകാരുടെ ഒരു പരിപാടിക്ക് VD സതീശൻ ചെന്നിട്ട് പറയാം നടപ്പ് ശരിയാക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ആകയാൽ അജ്ഞാനികളായിട്ടല്ല. അതിന് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞ യുവർ സ്റ്റെപ്പ് ഈസ് ഗോയിങ് സ്ട്രൈറ്റ്. നടപ്പ് മാറ്റരുത്. ഈ വാക്യം എടുത്തുകൊണ്ട് സ്വത്രം. പിന്നെ FSC ലേഖനം സതീശൻ പഠിച്ചിട്ടിരിക്കുകയാണല്ലോ. സ്വത്രം. സെക്രട്ടറി ഇതുണ്ട് എഴുതുന്നത് അമ്മമ്മ. ഇതെല്ലാം VS അച്യുതാനന്ദൻ ഇവിടെ ബൈബിൾ കോളേജിൽ പോയി ജോസഫ് സി മാത്യു സാറിലെ പറഞ്ഞ് എഴുതിക്കോ സഖാവ്, എൻ്റെ കെടാത്ത തീ ചാകാത്ത വിടും. അല്ല മത്തായി സൂക്ഷിച്ചിട്ടും പുള്ളി വായിച്ചാന്ന്. സ്വത്രം. അതുപോലെ സതീശൻ്റെ സെക്രട്ടറി ആര് കേട്ടാലും കാക്കർ സാർ കേൾക്കട്ടെ. സ്വത്രം. പഠിപ്പിച്ച ഞങ്ങൾക്കറിയാം. അടുത്ത വാക്ക് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് ഇവിടെ ഇരിപ്പാ. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. ഇത് ദുഷ്കാലമാകയാൽ. കരമുയരുന്നില്ലല്ലോ അമ്മച്ചിയെ. ഇത് ദുഷ്കാലമാകയാ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഉയർത്തുന്നവർക്കായി ഇത് ദുഷ്കാലമാകയാൽ. ഇന്ന് രാത്രി കോട്ടുകോണത്തിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നാടൻ മലയാളം കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ കുറ്റിക്കാട്ട ചിന്നമ്മാമ അകത്ത് പോയി കത്തി എടുക്കത്തില്ല. അരകല്ലിന്റെ മേളിൽ ഇരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്തെറിയുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കാൽ. അതുകൊണ്ട് ആ കോട്ടുകോണത്ത് പാവപ്പെട്ട അമ്മച്ചിമാര് പറയും കലികാലം, കലികാലം, ദുഷ്കാലം. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ നിന്ന് രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഒന്നാമത്തെ ഇടവേള. ഇനി 15 മിനിറ്റ് മതി. കേട്ടാട്ടെ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ 2 കുഞ്ഞുങ്ങൾ പോകും. ആരൊക്കെയാ? കോട്ടുകോണത്ത് നിന്ന് ജോയിയും ജോസ്. 2നും തൃശ്ശൂർ പോകണം. ജോയി അവിടെ ചെന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. ചായ കുടിച്ചു. ജോസിനും തൃശ്ശൂരിന് പോകണം. തത്കാലം എഴുതി 190 രൂപ. ഉടനെ 10 മണിക്കാ പോയത്. 10:30 ട്രെയിൻ ഉണ്ട്. സഹോദരി 190 ടിക്കറ്റ് ഫോർ 22. ചില നിമിഷങ്ങൾ കഴിഞ്ഞ ഒരു അറിയിപ്പ്. യാത്രികോ सद्या ध्यान के लिए कन्याकुमारी, कोची, कोकर, मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाटफॉर्म में आएगा. 2 ടിക്കറ്റ് ഉണ്ട്. അരമണിക്കൂറിനകം വീണ്ടും മലയാളം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരി, കൊച്ചി, മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. 2 പേരും തൃശ്ശൂരിന് പോകാൻ നിൽക്കുക. ജോയിയുടെ പ്ലാറ്റ്ഫോം, ജോസിന്റെ തത്കാൽ. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. ജോയി S4 കയറാൻ നിന്നപ്പോൾ കട്ടകാലത്തിന് നിൽക്കുന്ന TTR. எங்கே போகுது தமிழ் போயிச்சு மனிதனே நீ எங்கே போகுது മനസ്സിലാകുന്നവർക്കായി പ്ലാറ്റ്ഫോം ടിക്കറ്റ് പറഞ്ഞു. അയ്യാ இந்த ടിക്കറ്റ് ട്രെയിനെ കയറാൻ முடியாது, இந்த അണ്ണാച്ചി കട ടീയെ കുടിക്കാൻ. മനസ്സിലാകുന്നവർക്കായി ജോസിന്റെ കയ്യിൽ തത്കാൽ S422. അയ്യാ നീ ഇങ്ങ് വക്കാറ്. മനസ്സിലാകുന്നവർക്കായി കോട്ടുകോണത്ത് നാറാണിയിൽ ഇന്ന് രാത്രി കുറ്റിക്കാടും തോലടിയും ബദേൽപുരവും ഒക്കെ വചനം കേട്ടിട്ട് അച്ചായ അമ്മാമേ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികെ നിന്ന് പോകും.
എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഇന്ന് രാത്രി ചങ്കിനകത്തുണ്ടെങ്കിൽ ലോക സംഭവം കാണുമ്പോൾ അവൻ കരമുയർത്തി പറയും, എന്റെ ട്രെയിൻ വരാറാ. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറാ. വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. നാളെയും കൂടെ യോഗം. ഇന്ന് രാത്രി കോട്ടൂക്കോളോ വീട്ടിലോ മേടയിലോ റോഡിലോ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുക. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി മലയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹൃദയം കൊണ്ട് വിശ്വസിക്കേ, വായി കൊണ്ട് ഏറ്റുപറയും, അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ യേശു വരാറായി. 2 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. ഇപ്പോഴത്തെ പ്രത്യേകത എന്താ? സന്തോഷമില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ ആരും. ഒന്നുറക്ക പറഞ്ഞാട്ട് ആരും മിണ്ടുന്നില്ല. അമ്മ ഉറക്ക പറഞ്ഞാട്ട് മിണ്ടുന്നില്ലല്ലോ. സ്വോത്ര കാഴ്ച. പെന്തിക്കോസുകാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് സ്വോത്രം മാത്രം പോരെ. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇത്ര പണം കൊടുക്കാൻ ഞാൻ പറയത്തില്ല, 500 നിരോധിക്കുവാന്ന് പറയുന്നത് കേട്ട് സ്വോത്രം. അതുകൊണ്ട് ഈ തരുണത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. മക്കളൊരു പാട്ട് പാടിയാട്ടെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാട്ടെ. ആരും പോവല്ലേ. 9:30 ആശീർവാദം പാട്ട് പാടി മോനെ പെട്ടെന്ന് കാണിക്കെടുത്താട്ടെ. ദൈവാനിക്ക് തമിഴ് പാട്ടും പാടുന്നുണ്ടെന്ന നാളുകളിൽ മീറ്റിംഗ് സിംഗപ്പൂർ. പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്ത വർഷം വഴികൾ ദൈവം തുറക്കും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മോൻ പാടിയൊരു പാട്ട് കാഹളനാദം മുഴങ്ങുമ്പോൾ കാന്താ നീ എന്നെ ഓർക്കണമേ. കരമുയർത്തുന്നവർക്കായി. പഴയ അപ്പച്ചന്മാരൊക്കെ പാടുമ്പോൾ ഇത് കരയും, കാന്താ നീ എന്നെ തള്ളരുതേ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി, ബാക്കി നാളെ ഇസ്രായേൽ ഹമാസിൻ്റെ പരിസമാപ്തിയായിരിക്കും. രാത്രി വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുന്നത് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലും. 2 ഭാഗത്തിൻ്റെ നിർത്തും. പാട്ട് പാടുമ്പോൾ ഷാർപ്പ്. പാസ്റ്റോട് ഞാൻ പറഞ്ഞു, ബിഫോർ 9:30 വി ആർ വൈൻഡിങ് ടുഡേ മെസ്സേജസ്. നാളെ പകൽ നിങ്ങൾക്ക് ആരാധനയുണ്ട്, അതേപോലെ വൈകിട്ട് യോഗവുമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സായം സന്ധ്യയിൽ എല്ലാവരും കേട്ടണേ. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ 2 ദാസന്മാരും സ്വർഗവും വന്ന് അനുഗ്രഹം കഴിഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു, ഞങ്ങൾ സോദോമിലേക്ക് പോവുകയാണ്. കല്ലും മണ്ണും നിലവിളിച്ചു എന്നൊരു ഭാഗം പറഞ്ഞു. അവിടെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ആ സമയത്ത് അബ്രഹാം ഇടിവിൽ നിന്ന് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരപുത്രൻ ഒരുവനുണ്ട്, ലോത്ത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ചർച്ചും ഉണ്ട്, യഹോവയുടെ. മനസ്സിലാകുന്നവർക്കായി. സ്വർഗം ഉടനെ വാട്സപ്പ് നോക്കി, ചർച്ചിൽ എത്ര മെമ്പർഷിപ്പ് ഉണ്ട്? 50 കാണുന്നില്ല. 40 നോക്കി, 30 ഇല്ല, 5 നോക്കി. അവസാനം ശുശ്രൂഷകൻ ലോത്തിനെയും കാണുന്നില്ല, തമ്പേറുമില്ല. മനസ്സിലാകുന്നവർക്കായി. കരമുയരുന്നില്ലല്ലോ സ്വോത്രം. ഇതാ അവിടെ സോദോമി ഒരെണ്ണവും നിലവിളിക്കുന്നതില്ല. ഉടനെ അബ്രഹാം പറഞ്ഞു, എന്തായാലും പണ്ട് നമ്മുടെ കൂടെ ട്രാക്ട് കൊടുക്കാൻ വന്നതാ, യഹോവയുടെ പ്രവർത്തനത്തിൽ വന്നതാ, പാറശാല പരസ്യോത്തി ഹല്ലേലൂയ പാടിയതാ, എന്നെ ഓർത്തെങ്കിലും ലോത്തിനെ ഒന്ന് പഠിപ്പിച്ചേക്കണമെന്ന്. സായം സന്ധ്യയിൽ 2 ദാസന്മാരെവിടെ പോയി? ലോത്തിൻ്റെ വീട്ടിലോട്ട് പോയി. ഇവിടെ ഒരു കാര്യം വെള്ളറുടെ പറ്റി പറയാം. ഇന്ന് രാത്രി ദേശത്തൊരു അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവമക്കളെ ദൈവം അറിയിക്കും. കരമുയർത്തുന്നവർക്കായി. ഇവിടെ കാരക്കോണോ വെള്ളറുടെ ഒരു മേജർ സംഭവം നടക്കുന്നതിന് മുമ്പ് ദൈവമക്കളെ അറിയിക്കും. മനസ്സിലാകുന്നവർക്കായി. ഇവിടുന്ന് നമ്മൾ വളരെ ബഹുമാന പുരസ്പരം, ഞങ്ങളൊക്കെ ജ്യേഷ്ഠ സഹോദരൻ്റെ രീതിയിൽ ഏരെയും ബഹുമാനിക്കുന്ന പാസ്റ്റർ എം പൗലോസ് പാസ്റ്റർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഊരമ്പിലൊക്കെ ആദ്യമ സമയത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എം പൗലോസ് പാസ്റ്റർ ഒരു വെള്ള ഉടുപ്പും വെള്ളം മുണ്ട് വിട്ടിട്ട് താഴെയിരിക്കും. അന്ന് അവർ പറയും, പാസ്റ്റർ നിങ്ങൾ മേലെ വരാ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ താഴെ ഇരുന്ന് പ്രസംഗം കേൾക്കുന്നതാണ് നല്ലതെന്ന്. ഇന്ന് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരാണെങ്കിൽ കസേര പിടിച്ചുകൊണ്ടിരിക്കുക, ആരും വിടാതിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. ബാക്കി കൂടെ കേട്ടാട്ട് ഇന്ന് മനസ്സിലാക്കണം, സുനാമി അടിക്കുന്നതിൻ്റെ, ഇവിടെ വെള്ളറക്കാർക്ക് പലർക്കും ആ സംഭവം അറിയത്തില്ല. സുനാമി അടിക്കുന്നതിൻ്റെ വെള്ളിയാഴ്ച, ഞായറാഴ്ച സുനാമി അടിക്കുന്ന വെള്ളിയാഴ്ച കാത്തിരിപ്പിയവും കഴിഞ്ഞപ്പോൾ എം പൗലോസ് പാസ്റ്ററോട് ദൈവം സംസാരിച്ചെന്നാണ് പറയുന്നത്. ഞായറാഴ്ച ഇവിടെ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് അറിയത്തില്ല. ദൈവാത്മാവ് സംസാരിച്ചു, ചർച്ചിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. കുഞ്ഞുങ്ങളെ വിട്ടു. ശനി പകൽ കാത്തിരിപ്പ് യോഗം, ശനി വൈകിട്ടും കാത്തിരിപ്പ് യോഗം. ആരെയും വീട്ടിൽ വിട്ടില്ല, എല്ലാവർക്കും കഞ്ഞി കൊടുത്തു. എല്ലാവരും ഡ്രസ്സുമായിട്ട് വന്ന ഞായറാഴ്ച രാവിലെയാ 9:30 മണിക്കായി ഈ സുനാമി വരുന്നത്. സുനാമി കടലിളകിയതല്ല. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ, മനസ്സിലാകുന്നവർക്കായി, കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, രാമേശ്വരം മുഴുവൻ വെള്ളം ഇങ്ങനെ പൊങ്ങുക. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞിട്ട് മദ്രാസിലെ മറീന ബീച്ച് വരെ പോയി. ആ 9:30 സമയത്തായി തമ്പേറടിച്ച് ആരാധിക്കുന്നത്. എം പൗലോസ് പാസ്റ്റർ സാക്ഷ്യം കേട്ടാക്കറി, ഒരു തുള്ളി വെള്ളം ഈ പെയ്ത്തോമിനകത്ത് കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല.
പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരുന്നവനാ. ഇന്ന് രാത്രി കാവൽക്കാരാ നീ മയങ്ങുന്നതെന്ത്? ദേശത്തൊരനർത്ഥം വരുന്നതിന് മുമ്പ് ഇടിവിൽ നിൽക്കുന്നവനോട് ദൈവം സംസാരിക്കും. സ്തോത്രം. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ യൂട്യൂബിലും അത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാം ആഴമായി. അതാ എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരുന്നത്. ദൈവദാസന്മാർ ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന്, രണ്ട് കാര്യം പറയുമ്പോൾ അവസാനിക്കും. ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന് സഹോദരനെയും, ലോത്ത് പുറത്തും അമ്മാമ്മയെ അകത്തും, കുഞ്ഞുങ്ങളാണെങ്കിൽ മൊബൈലിൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ലോത്തിനോട് പറഞ്ഞു, ലോത്തെ പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. ലോത്തിന് കാര്യം പിടികിട്ടി. ബൈബിൾ ക്ലാസ്സും പ്രസംഗമൊക്കെ കേട്ടോ. ലോത്ത് കമാൻഡർ ജീപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് എണ്ണ ഓയിലും ഒക്കെ നോക്കി ഭാര്യയോട് പറഞ്ഞു, സിസ്റ്റർ പെട്ടെന്ന് ഒരുങ്ങിക്കോണം, തീ വരാൻ പോവുക. കുഞ്ഞുങ്ങളോട് പറഞ്ഞു ചുരിദാർ മാറ്റിയിടാം. സ്വോത്രം. പെട്ടെന്ന് വണ്ടി എടുത്ത് മുമ്പിലോട്ടിട്ട് സഹോദരിക്ക് ഇറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ട്. ഒന്ന്, അപ്പോസ്തോലിക് ദൈവസഭയുടെ കൺവെൻഷനോട് ഉടുക്കാൻ വെച്ചിരുന്ന പോത്തീസിലെ സാരി ഇതുവരെ ഉടുത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഓണത്തിൻ്റെ ഓഫറിന് വന്ന ഏറ്റവും നല്ല സാംസങ്ങിൻ്റെ ഫോണിനകത്ത് ഇപ്പം വൈഫൈ റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പോകാൻ പറ്റൂ, സന്തോഷമില്ലല്ലോ. പാറശാല ജോൺസൺ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക. മലയാളം മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞ് വെള്ളറുടെ നിന്ന് കിട്ടിയ 12 കാല് വൈകിട്ട് മഞ്ചൂരിയൻ അടിക്കാൻ പോവുക. പോകാൻ പറ്റുമോ? ഓട്ടം മുമ്പോട്ടെന്ന് ഓട്ടം പുറകോട്ട്. എങ്കിലും അച്ചായം വലിച്ചു കയറ്റി കമാൻഡർ ഒരു പരുവത്തിൽ നിന്ന് കോട്ടൂക്കോണത്ത് പോയി നേരെ കാരക്കോണം വഴി പാറശാല പോസ്റ്റ് ഓഫീസ്. ഇഞ്ചിവള ചെന്നപ്പം സോബേർ എന്ന് പറയുന്ന കളിക്കാവിളക്കപ്പുറം ഇഞ്ചിവള ചെന്നപ്പം പറഞ്ഞു, അച്ചായ വണ്ടി ഒന്ന് ചവിട്ടിയാട്ടെ. അതിപ്പോൾ ലോത്ത് വിചാരിച്ചെന്തെങ്കിലും പ്രഥമ കൃത്യത്തിനാന്ന് ലോത്തൊന്ന് ചവിട്ടി. സ്വോത്രം. അമ്മമ്മ പെട്ടെന്ന് താഴോട്ടിറങ്ങി. മനസ്സിലാകുന്നവർക്കായി നേരെ കളിക്കാവിളയിലേറ്റല്ല, ബാക്ക് ടു പാറശാല പോസ്റ്റ് ഓഫീസ്. ലോത്ത് കണ്ണാടി കൂടെ നോക്കിയപ്പോൾ ദാണ്ട് ഒരു ഉപ്പ് തൂണ് നിൽക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പോയവള് പോയി, നമുക്ക് ഫസ്റ്റ് ഗിയർ ഒറ്റ പോക്ക്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ക്ലിയർ. ലോത്ത് എവിടെ പോയി? സോബയറിലിറങ്ങി. ലോത്ത് സോബയറിലിറങ്ങിയതിന് ശേഷമാ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയത്. ഇന്ന് രാത്രി ആൻറ്റി ക്രൈസ്റ്റോ ലോകമഹായുദ്ധമല്ല, വചനം കേട്ടവനെ അക്കരെ നാട്ടിലെത്തിച്ചതിന് ശേഷമാണ് ഇവിടെ തീ ഇറങ്ങാൻ പോകുന്നത്. ഇനി അമേരിക്കയിൽ തീ ഇറങ്ങുമോ? എബ്രായർ 12:29 മോൻ പറയുമ്പോൾ വായിക്കണം. കൺക്ലൂഷനിലേക്ക് പോകാൻ പോവുക. ജനുവരി മാസം 5-ാം തീയതി എല്ലാവരും കേൾക്കണം. 2025 ജനുവരി 5 എല്ലാവരും കേൾക്കണം. 2 പെൺകുട്ടികൾ അവിടെ അമേരിക്കയിലെ സിനിമാ ഈ അവാർഡ് ദാനം, ഹോളിവുഡിൻ്റെ അവാർഡ് ദാനം. പറയാൻ ലജ്ജ അമ്മമ്മ, എങ്കിലും അങ്ങ് പറയുക. ലോകം തീരാറായി. ചുട്ടിപ്പാപാടെ കൊടുത്ത് മൈക്കും എടുത്തിട്ട് പറയുക, ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അഥവാ ഉൽപ്പത്തി. ആരാ പറഞ്ഞ ആകാശവും ഭൂമിയും കർത്താവ് ഉണ്ടാക്കിയാന്ന്? ഈ പെൺപിള്ളേർ പറയാം, ദാറ്റ് ഈസ് എ ഫിനോമിന. അതൊരു പ്രതിഭാസമാണ്, കർത്താവൊന്നുമല്ല ഉണ്ടാക്കിയത്. 48 മണിക്കൂർ കഴിഞ്ഞില്ല, അമേരിക്ക തീ ഇറങ്ങി. എല്ലാവരും പത്രം വായിക്കുന്നവർക്കായി. കുഞ്ഞമ്മ മറുകണ്ഠം ചാടിയതൊന്നും വായിച്ചിട്ട് കാര്യമില്ല. സ്വോത്രം. മാങ്കൂട്ടത്തിലെ തേൻകൂട്ടത്തിനെയും വായിക്കാതെ ഇതൊക്കെ വായിര്. കർത്താവ് വരാറായി. സ്വോത്രം. അതൊക്കെ ഇപ്പം തീരും. മാങ്കൂട്ടവും തേൻകൂട്ടവും ഒക്കെ ഇപ്പം തീരും. ഇതിനകത്തും കാര്യമില്ല. പറഞ്ഞുതരാം. എന്താ? അമേരിക്കയിൽ 48,000 ഏക്കറാ കത്തിയത്. 28,000 വീട് കത്തിപ്പോയി. അത് കഴിഞ്ഞതിന് 28 പേരാ തീയിൽ വെന്ത് മരിച്ചത്. ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്റർ വന്ന് പുക ട്രംപ് കരഞ്ഞുകൊണ്ട് കുടഞ്ഞുകൊണ്ടാണ് തീ തീർന്നത്. മലയാളത്തിൽ അമേരിക്കയെ ദൈവം പിടിക്കും. സ്വോത്രം. ഇപ്പോൾ പിന്നെ പെന്തിക്കോസുകാർ ട്രംപ് വന്നപ്പം പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്നേ, ഞങ്ങളുടെ രക്ഷകൻ വന്നേ. നിൻ്റെ രക്ഷയ്ക്കല്ല, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കാണ് ട്രംപ് വന്നു. സ്വോത്രം. പിന്നെ ട്രംപിനൊരു ഗുണമുണ്ട്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അവൻ എവിടെ ചെന്നാലും യേശു രക്ഷകനെന്ന് പറയും. ഞങ്ങൾ മിണ്ടാതിരുന്ന ദൈവമെന്നും പറയും. മനസ്സിലാകുന്നവർക്കായി. രണ്ടാമത്തെ കാര്യം, ട്രംപ് ഇന്നാൾ പറഞ്ഞതാ അമേരിക്കയുടെ പ്രസിഡന്റ് ദൈവം എന്നെ ആക്കിയെന്ന്. സ്വോത്രം. മൂന്നാമത്തെ കാര്യം അവൻ പറഞ്ഞു, അമ്മ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റ് ആയെന്ന്. നാലാമത്തെ കാര്യം, എല്ലാ സ്കൂളിലും 50,000 ബൈബിൾ കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ വീട്ടിൽ പോകുമ്പോൾ ചോക്ലേറ്റുകളൊന്ന് കൊണ്ടുവന്നു. സ്വോത്രം. ഇവിടെ ഒരു ട്രാക്ട് മേടിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ട്രംപിൻ്റെ പ്രത്യേകത, മന്ത്രിസഭാ യോഗം തുടങ്ങുമ്പോൾ എല്ലാവരും 2 മിനിറ്റ് ഹല്ലേലൂയ പറയണമെന്ന്. സ്വോത്രം. ഇവിടെ 10 മണിക്ക് ഉപദേശിച്ച് തമ്പേർ കൊണ്ടുമ്പോൾ വലത്തെ വാദിക്കോളൂ. സ്വോത്രഗീതം പാടുക നീ മനമേ, ഒറ്റപ്പോക്ക്, പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. ആറാമത്തെ കാര്യം, മോഡി സാറ് കേട്ടാലും നാട്ടുകാർ കേട്ടാലും ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കാര്യം ഉയർത്തുന്നവർക്കായി. ഇന്ത്യക്കാർ സന്തോഷിക്കണ്ട. ലൈവ് പോവുക. ഈ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത കയ്യായി പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ പിന്നെ പ്രതിരോധ നേതാവ് അസം മുനീറും ഇവനുമായിട്ട് ട്രംപിൻ്റെ മക്കളുമായിട്ട് ഭയങ്കര ബിസിനസ്സാണ്. അതുകൊണ്ട് ഇന്ത്യയായിട്ട് അകലും, ഇന്ത്യയിലെ കച്ചവടവും പോകും. കഴിഞ്ഞ ദിവസം തിരുപ്പൂരിൽ നിന്നൊരു പയ്യൻ എന്നോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞ, പാസ്റ്റർ ഇവിടെ തീർന്നെന്ന്. ഞാൻ ചോദിച്ചു ബോംബ് വീണമെന്ന്. എല്ലാ തുണിയും അമേരിക്ക പൊക്കോണ്ടിരുന്ന ഇരട്ടി തീരുവ, തുണി കെട്ടിക്കിടക്കുക. സ്വോത്രം.
അത് കഴിഞ്ഞിട്ട് ബാക്കി കൂടെ കേട്ടോ, നിങ്ങളുടെ രക്ഷകനല്ല, 3.5 ലക്ഷം ഇന്ത്യക്കാരിപ്പോൾ തിരിച്ചു വരാൻ പോവുക. സ്വോത്രം. 5 കുടിയേറ്റ നിയമം കർശനമാക്കി. നാളെ പത്രത്തിൽ വരുന്ന വാർത്ത. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരെ അമേരിക്കയിൽ നിന്ന് എന്നോട് വിളിച്ച് പറയാം, 5 വർഷത്തെ സ്റ്റഡി വിസ എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. സ്വോത്രം. ട്രംപിന് ഇതില്ല, അല്ലെ പഠിക്കണ 88 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 88 ലക്ഷം രൂപയുടെ കാരക്കോണത്ത് 8 ഏക്കർ നമ്മൾ മേടിക്കുക. ഹല്ലേലൂയ പാടും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. നാളത്തെ പത്രവാർത്തയാണ് കുഞ്ഞമ്മാമ, ഇതെല്ലാം വായിക്കണം. സ്വോത്രം. മാങ്കൂട്ടത്തിലും തേങ്കൂട്ടത്തിലും വായിക്കാതെ കണ്ടോ. അന്നേരം ട്രംപ് വന്ന ഇന്ത്യയുടെ രക്ഷകനൊന്നുമല്ല, അവൻ്റെ പിൻപിൽ ഒരു അജണ്ട. ഹീസ് എ ബിസിനസ് മാൻ വിത്ത് എലോൺ മസ്ക്. അവനുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ കൈവിടാത്തത് ട്രംപ്. അത് കണ്ടിട്ടാണ് മോഡി സാർ ഇപ്പം കളം മാറ്റി പിടിക്കുന്നത്. സന്തോഷമില്ലല്ലോ. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്, പ്രസംഗം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അമേരിക്ക തീയിറങ്ങുമോ? ബൈബിളിനകത്തുണ്ടോ? എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി മറുതലിക്കുന്നവനെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഇത് ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണ്. ദൂതന്മാർ ചെന്ന് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും എവിടെ സോബേറിലെത്തിച്ചിട്ട് ആകാശത്ത് നിന്ന് തീയിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം. ഇവിടെ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റവരെ നിത്യതയിലെത്തിക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി ആരെ ചേർക്കുവാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ വരാറായി. സമയത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാളെയും കാൽവറി. 2 കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി വൈൻഡപ്പ്. എന്താ സംഭവം എന്നറിയാമോ? കാൽവറി മല. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. എല്ലാവരും ഇവിടെ കേൾക്കണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ കാന്തൻ പരമയാഗമായി. അതിൽ യേശു പ്രാണനെ വിടുന്നതിന് മുമ്പ് ഒരു കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി, ഒരു മേലെഴുത്തമ്മാമേ, യഹൂദന്മാരുടെ രാജാവ്. അവന് വല്ലാത്തൊരിത് തോന്നി. അവൻ പറഞ്ഞു, നീ രാജാവാണ്. ഇവർ പറയുന്നു, നീ ഇറങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ മറ്റേടത്ത് അപ്പുറത്തെ സൈഡിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് അവനൊരു കുറ്റവുമില്ല. നമ്മൾ പാറശാലയിൽ നെയ്യാറ്റിൻകരയും പിട്ടാപ്പള്ളി ജുവലറി മൈജി എല്ലാം കുത്തി തുറന്നതാ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതാ മലയാളം. നാം സ്വാഭാവികമായി ശിക്ഷ അനുഭവിക്കുന്നവനെ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും കാര്യമില്ല. അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊന്ന് നോക്കി. ഇതാ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കരമുയർത്തുന്നവർക്കായി. കള്ളം പറഞ്ഞു, യവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി വരും. യേശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കള്ളൻ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, കൂട്ടുകോണം, നാളെ യോഗം നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായി എന്നെ ഓർക്കണമേ. ഇതിന്റെ പേരാ സുവിശേഷ പ്രസംഗം. യേശു അവന്റെ പഴയ ഹിസ്റ്ററി നോക്കിയില്ല, കാട്ടാക്കടയുടെ പേപ്പർ നോക്കിയില്ല. എന്നെ പോലുള്ള ഉപദേശിമാരായിരുന്ന യേശുവിനെ കണ്ടേ പറഞ്ഞിരുന്ന, കർത്താവെ 34 ലക്ഷം രൂപയുടെ അമേരിക്ക PC-നാക്കി പ്രസംഗിക്കാൻ വിസ വേണമെന്ന്. ഇതൊന്നും ആ പാവം കള്ളം പറഞ്ഞില്ല. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ വേടാച്ചായ അമ്മാമേ, നിന്നെ നിത്യതയിലെത്തിക്കുന്ന ഒരു വാക്കാ, ഈ പാപിയായി എന്നെ ഓർക്കണമേ. വെള്ളറടയിലെ പോലീസ് സ്റ്റേഷൻ്റെ ക്ലിയറൻസ് ഇല്ല, ആധാറിൻ്റെ കോപ്പിയില്ല, PhD ഉണ്ടോ നോക്കിയില്ല, കറുത്തവനാന്ന് നോക്കിയില്ല, വെളുത്തവനാന്ന് നോക്കിയില്ല, കുടുംബം നോക്കിയില്ല, കുലം നോക്കിയില്ല, രക്തത്തിൻ്റെ കളർ നോക്കിയില്ല. ഒരൊറ്റ വാക്ക് നാഥൻ പറഞ്ഞു, ഞാൻ വരുമ്പോഴല്ല ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഇതിൻ്റെ പേരാ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി കോട്ടുകോളം. സുഹൃത്തേ, നീ ഒരു പാപിയാണോ? നീ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? ആ കാൽവറി മല ഇന്ന് രാത്രി നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നു. ആ രക്ഷിതാവിനെ ഇന്ന് രാത്രി നീ കാണുക. കരമുയർത്തി പറ, ഞാനൊരു പാപിയാണ്, ഞാനൊരു മദ്യപാനിയാണ്, ഞാനൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ആ കാൽവറി രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. വിത്തിൻ സെക്കൻഡ് എന്നോട് കൂടെ പർദീസയിലിരിക്കും. മക്കളെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം പാട്ടിലേക്ക് എല്ലാവരും കേൾക്കണം. മർത്തോമാ സഭയിൽ കഴിഞ്ഞ വീഡിയോകളിൽ പലതും അജയ് റിപ്പോർട്ട് ചെയ്തു. കേൾക്കാത്ത കുറേ അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിമാർ കേട്ടോണം. മർത്തോമാ സഭയിൽ പ്രസംഗിക്കുന്ന ഒരു അച്ഛനുണ്ട്, ഷാജി തോമസ് ചാത്തന്നൂക്കാരനാണ്, ഞങ്ങളുടെ സ്നേഹിതൻ, നല്ല വിദ്യാഭ്യാസം. എന്നെ മെൻഷൻ ചെയ്യുന്ന സാറേന്ന കഴിഞ്ഞ നവംബർ, എല്ലാവരും കേട്ടാട്ടെ. അദ്ദേഹം കുവൈറ്റിൽ
4 ദിവസത്തെ കൺവെൻഷൻ മാർത്തോമാ സഭയിൽ പോയി. പള്ളിയോട് ചേർന്ന് മിഷൻ വീട്ടിൽ താമസം. സഹോദരന്മാരെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് പറയാം എന്താ സംഭവിച്ചത്. 3 ദിവസവും പ്രത്യേകം ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് പ്രസംഗിക്കും, ആരെങ്കിലും കാപ്പി കൊടുക്കും, പള്ളിയിൽ താമസം. മനസ്സിലാകുന്നവർക്കായി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരി 4 വയസ്സുള്ള നമ്മുടെ മോൻ്റെ കണക്ക് ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാളെ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞ് ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 ഞങ്ങളുടെ വീട്ടിലൊന്ന് വരും, ഒരു വാക്ക് പ്രാർത്ഥിക്കും. അച്ഛന് സന്തോഷമായി, ആരും പറയാത്ത കാര്യം. അച്ഛൻ പറഞ്ഞു എൻ്റെ വണ്ടി ഒന്നുമില്ല, ഇവിടെയും വണ്ടിയിൽ ആരെങ്കിലും വന്നാൽ. അവർ പറഞ്ഞ് 4 മണിക്ക് വരാം. 4 മണിക്ക് വന്നു. അച്ഛൻ വണ്ടിയിൽ കയറി. ഒരു കൊച്ചു ഫ്ലാറ്റ്. അവിടെ ഈ പെൺകുട്ടിയുടെ പേര് സിനി, ഭർത്താവ് 36, ഈ മോള് 34, 4 വയസ്സുള്ള മോൻ. അവർ ചായ കൊടുത്ത് പലഹാരം കൊടുത്ത് എല്ലാവരും കേൾക്കണം അമ്മച്ചി. എന്നിട്ട് അവൾ ഇറങ്ങാൻ നേരം പ്രാർത്ഥിച്ചപ്പോൾ ഒരു CD കൊടുത്തു. അതിനകത്ത് അവളുടെ ഫോട്ടോ ഉണ്ട്, നാദാ നീ തന്ന സൗഖ്യം. അച്ഛൻ ഞെട്ടിപ്പോയി, ഈ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ, നാദാ നീ തന്ന സൗഖ്യം. കുഞ്ഞെ ഇതെന്തായി CD? അപ്പോൾ പറഞ്ഞൊരു കഥ. അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടോ ഇന്ന് രാത്രി. അച്ഛാ 3 വർഷം പുറകിൽ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ നാക്കിനകത്ത് ചെറിയ കുരുപ്പ്. കുവൈറ്റിൽ ആശുപത്രികൾ മുഴുവൻ പറഞ്ഞ് ക്യാൻസർ. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. അവർ റെഫറൻസ് തന്നു. ഞങ്ങൾ കുഞ്ഞിനെ അടുത്ത ഫ്ലാറ്റിൽ ഏൽപ്പിച്ചു. രാത്രി 12 മണിക്ക് കുവൈറ്റിൽ നിന്ന് കയറി 4 മണിക്ക് തിരുവനന്തപുരത്ത് വന്നു. മെഡിക്കൽ കോളേജിന് സമീപം റൂം എടുത്തു. RCCയിൽ നേരെ ആരോ നേരത്തെ പറഞ്ഞത് കൊണ്ട് 10 മണിക്ക് RCCയിൽ ചെന്ന് ഭാര്യയും ഭർത്താവും. കേൾക്കണം, ഡോക്ടറിൻ്റെ മുൻപിലിരിക്കുക. ഡോക്ടറിൻ്റെ റിപ്പോർട്ടെല്ലാം നോക്കി, കുവൈറ്റെല്ലാം നോക്കി. എന്നിട്ട് ഡോക്ടർ വായിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, എല്ലാ സിസ്റ്റർമാരും കേൾക്കണം, ഒരു പോംവഴിയുണ്ട്, നാക്ക് മുറിച്ചാൽ രക്ഷപ്പെടാം. മനസ്സിലാകുന്നവർക്കായി 34 വയസ്സുള്ള ഒരു പെൺകുട്ടി, അമ്മച്ചി കേട്ടോ ചായ, ഒരു കുഞ്ഞുമുണ്ട്. അവളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിൽ. അവർ പറഞ്ഞു ഇന്നിനി ടെസ്റ്റില്ല, നാളെ ഫാസ്റ്റിങ്ങിൽ വരണം, ബയോപ്സി സഹിതമുണ്ട്, 14 ടെസ്റ്റ്, പൈസ കെട്ടിവെക്കാൻ പറഞ്ഞു. കെട്ടിവെച്ചിട്ട് പറഞ്ഞു ഏതോ ഒരു തുള്ളിമരുന്നും കണ്ട് വേദനയ്ക്ക് കൊടുത്തു. അവർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ചെന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. ഇന്ന് കർത്തൃദാസൻ പറഞ്ഞില്ല, 2 പേർ ഐക്യമത്യപ്പെട്ടു. ഭാര്യയും ഭർത്താവും കരം കൊടുത്തു. അവൾ ഇങ്ങനെ കരമുയർത്തി, അമ്മച്ചി കേട്ടാട്ട്, ക്യാൻസർ വന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്, ദൈവം അറിയാതെ വരത്തില്ല. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ ഞാനൊന്ന് അങ്ങയോട് പറയുന്നു, ഞാൻ പള്ളിയിൽ പാടുന്ന പെൺകുട്ടിയാണ്, 2 കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരവസരവും കൂടെ നീ എനിക്ക് തരത്തില്ലേ? കരമുയർത്തുന്നവർക്കായി സ്വത്രം. പിറ്റേന്ന് പോയി ടെസ്റ്റ് എടുത്തു. അമ്മയെ കേൾക്കണം, ജീവൻ്റെ സാക്ഷ്യം. 7 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 7-ാം ദിവസം രാവിലെ ചെന്നു. ഡോക്ടറോട് ഒരു അസിസ്റ്റൻ്റ് ഡോക്ടർ ദാണ്ട് ഇങ്ങനെ ആ പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തപ്പോൾ റിസൾട്ട് ഇങ്ങനെ അടിക്കുക, എല്ലാം ഇങ്ങനെ വരിക. സ്റ്റാപ്ലർ പിൻ ചെയ്തപ്പോൾ അസിസ്റ്റൻ്റ് ഡോക്ടർ മുഖത്തൊരു ചെറിയ ചിരി പോലെയുണ്ട്. മറ്റവരെ കൊടുത്തു. അപ്പോൾ ആ മെയിൻ ഡോക്ടർ വായിച്ചിട്ട് പറഞ്ഞു, ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ ഡോക്ടർ? തൽക്കാലം നാവ് മുറിക്കണ്ട, നമുക്ക് കീമോ എടുത്ത് റേഡിയേഷൻ കൊണ്ട് നിർത്താം. 2 വർഷം ആ പെൺകുട്ടി കുവൈറ്റിൽ നിന്ന് വന്നും പോയി. അമ്മച്ചി തിരുവനന്തപുരം RCC റേഡിയേഷനും എടുത്തു, കീമോയും എടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ നാവ് പൂർണ്ണ സ്വതന്ത്രമായി. അന്ന് അവൾ 10 പാട്ട് എഴുതി, നാദാ നീ തന്ന സൗഖ്യം. 2 പാട്ട് അവൾ പാടി, ബാക്കി 8 പേരെ കൊണ്ട് പാടിച്ചു. ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിയെ സൗഖ്യമാക്കുവാൻ സർവശക്തന്റെ കരമുണ്ടെങ്കിൽ ഈ രാത്രി പറയണം, വചനമുയർത്തുന്നവനെ വിടുവിക്കുവാൻ, ആയുസ്സിന് നീളം കൊടുക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. അവസാനിപ്പിക്കുന്നു, ബാക്കി നാളെ വരുന്നു ലോകത്തിന്റെ പ്രഭു. യോഹന്നാൻ 14:30 പാടുന്ന കുഞ്ഞുങ്ങൾ വന്നാട്ടെ. യോഹന്നാൻ 14:30 മോൻ വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കുന്നില്ല. യേശു പറഞ്ഞത് എല്ലാവരും ഏറ്റവും. യേശു പറഞ്ഞു, ഞാൻ ഇനി അധികം നിങ്ങളോട് സംസാരിക്കത്തില്ല. വായിച്ചാട്ടെ. ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു വരുന്നു. അടുത്തത്, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അവൻ എന്നോടൊരു കാര്യവുമില്ല. യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിൻ്റെ മക്കളോടും കാര്യമില്ല. ആ പ്രഭു വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. കരമുയർത്തി പിടിക്കാം. ബാക്കി നാളെ ഇസ്രായേൽ ഹമാസ്. കരമുയർത്തി പിടിച്ചാട്ടെ. ആ പ്രഭു വരുന്നതിന് മുമ്പിട്ട് ഇവിടെ ഒരു സംഭവം നടക്കും. കരങ്ങൾ ഉയരട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. കോട്ടുകോളവേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി നാളെ രാത്രി എല്ലാവരും എഴുന്നേറ്റാട്ടെ. സ്വർഗീയ സിയോനിൽ നാം പോകാറ്. എല്ലാ കരങ്ങളും അടിച്ച് കൃത്യസമയത്ത് ഞാൻ 9:30 പാസ്റ്ററോട് പറഞ്ഞ ആ സമയത്ത് അവസാനിക്കും. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് മാനവകരമാ സിയോനിൽ നാം വേഗം ചേരാറ്. നമ്മുടെ കാന്തൻ വരാറ്. എല്ലാ കരങ്ങളും തട്ടി കർത്തർക്ക് മഹിമയായി, ആണ്ടവരിൻ വല്ലമായി, ദേവൻ വല്ലമായി. ഇന്ന് രാത്രി എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കരം തട്ടി കർത്തർക്ക് മഹിമ. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് ചേർന്ന് പാടി സഖിയോടെ 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 ഒരു പഴയ പാട്ട്, ആട്ടുകുട്ടി രക്തത്താലോ. മനോഹരമാം
ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തും. മനോഹരാമ സീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ അവിടെ എത്തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയും സാനന്ദം പാടിയും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിയും സാനന്ദം പാടിയും ശ്രീയേശുരാജൻ മുൻപാകെ. രക്തത്താൽ ഞാൻ ശുദ്ധനായി തീരും. ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക ശ്രുതി നീനക്കുന്നു. ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ ശ്രുതിക്കും അങ്ങേ ഞാൻ ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുതിനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുതിനായി. ലഭിക്കും നിശ്ചയം എൻ വീരുതെനിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. സ്ഥാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. സ്ഥാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ഭാഗ്യകാലം ഓർക്കുമ്പോൾ വെള്ളം തുള്ളുന്നു. എന്നീ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോൾ. ഭാഗ്യകാലം ഓർക്കുമ്പോൾ വെള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമാ വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൻ ഫലമാ വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ശുദ്ധരക്തത്താൽ ഞാൻ പാടിയിടും. മകത്വം രക്ഷക സ്തുതി നിനക്കുന്നു. ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്നും അധികമായി ആരാധിപ്പേ. ഇന്നും എല്ലാ കരങ്ങളും പഠിച്ച് ഇന്നും അധികമായി ആരാധിപ്പേ. ഇന്നും ഉള്ളത്തോട് ആരാധിപ്പേ. മുഴുവനത്തോടെ അன்பு கூறுவே. ആരാധന ആരാധന അപ്പച്ചൻ ആരാധന ആരാധന ചേർന്ന് പാടി. ആരാധന 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 ആരാധന. എബെനേസരേ എബെനേസരേ ഇതുവരെയും ഉദവി നീരേ. എബെനേസരേ ഇതുവരെയും ഉദവി നീരേ. ഇതുവരെയും ഉദവി നീരേ. ഉള്ളത്തോട് ആരാധിപ്പേ. മുഴുവനത്തോട് അன்பு கூறுவே. ആരാധന. എല്ലാ കരകളും അടിച്ച് അപ്പച്ചന്റെ ഭാഗ്യമായി ആരാധന വല്ലമായി. ആരാധന ഓ ആരാധന 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 ആരാധന. യഹോവ റാഫ
സുഗന്ധനീരേ നന്ദിയയ്യാ. നന്ദിയയ്യാ ഓ യഹോവ റഫാ സുഗന്ധനീരേ നന്ദിയയ്യാ സുഗന്ധനീരേ നന്ദിയയ്യാ Goodbye. മുഴുവത്തോടെ ആരാധിപ്പേ മുഴുവനത്തോടെ അൻപ് തോറുവേ ആരാധന. അതിനെ അപ്പച്ചൻ ദേവൻ വല്ലമായി ആരാധനേ ഓ ആരാധനേ ആരാധനേ ആരാധന. എൽറോയ് എന്റെ കണ്ണീരേ നന്ദിയയ്യാ. ഓ സകല ബഹുദല ശബ്ദങ്ങൾ എന്റെ കണ്ണീരേ പട്ടണം വിടുവിക്കപ്പെടട്ടെ. എല്ലാ കരങ്ങൾ പഠിച്ച് ആരാധിച്ചോട്ടെ. ആരാധന ആരാധന. എല്ലാ കരങ്ങൾ പഠിച്ച് ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓ യഥാധികമായി എല്ലാ കരങ്ങൾ പഠിച്ച് അരുമയാണ് തമിഴ് പാടൽ പാടി ആണ്ടവരിൽ വല്ലമായി ദേവൻ വല്ലമായി പരിശുദ്ധ ആത്മാവ് പൂവയാവി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഇത് വിടുതലിന്റെ രാത്രി വല്ലമായി ആരാധന. അപ്പച്ചൻ എല്ലാ കരങ്ങൾ പഠിച്ച് ആരാധിക്കട്ടെ. ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രി അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളം ദേവൻ വല്ലമായി ആണ്ടവരിൽ വല്ലമായി പരിശുദ്ധാത്മാവിന്റെ കരം. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകളും, എല്ലാ അന്യായ കട്ടികളും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അഴിയട്ടെ. കൃപയേ 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 കൃപയേ. നന്ദിയപ്പ നന്ദിയപ്പ നന്ദിയപ്പ. നിന്റെ കരുണയ്ക്കായി നിന്റെ കൃപയ്ക്കായി നന്ദിയപ്പ. ചാണക ബൗദ്ധമനാഥന വന്തൽ കമനാത്തുന വൈഡമനതന. നന്ദിയപ്പ. ഒരു നിമിഷം കൂടി தாயே தகர்ப்பரே தம்பி தங்கச்சி இந்த அருமையான செய்தி கூட்டங்கள்ல மூணாவது இரவு ஒரு அம்மா தன் குழந்தையுமாய் வீட்டுக்குள்ள இறங்கி ஹாகார் அவருக்கு அப்ரகாம் கொடுத்தது துருத்தியில் தண்ணியை கொடுத்துரு. இந்த தீர்க்கமான யாத்திரை போயிருக்குது. தண்ணியில வெள்ளம் முடிஞ்சாச்சு. இந்த காடை இருக்குது, அவட குஞ்சின கடத்து இருக்குது. அம்மா தாய் பெர்ஷபா மருபூமியில் முட்டுமடக்கி ஜபத்தை கொடுக்குது. சொர்க்கத்தை பிடிச்சா ஐயா യേശു அப்பா என் கர்த்தரே. ரெண்டு மரணம் நடக்கும். ஒண்ணு முன்னாடி என் குழந்தை மறிக்கும், பின்னாடி நானும் மறிக்கும். ஒரு உற்று தண்ணியை கிடைக்குமோ? என் கால்கள் குഴஞ்சிருக்குது, ഒരടി പോലും നടക്കാൻ വയ്യ. ആശയറ്റ ഹാഗാറിന് വേണ്ടി സ്വർഗത്തിന്റെ കരമിറങ്ങി. ഇന്ന് രാത്രി ആര് കരമുയർത്ത്? സിസ്റ്റർ, നിന്റെ വിഷയത്തിൽ ഒരു ഉറവ തുറക്കാൻ ദൈവം വിശ്വസ്തന. അപ്പച്ചാ, വിഷയത്തിൽ ഒരു ഉറവ തുറക്കാൻ ദൈവം വിശ്വസ്തന. അമ്മച്ചി, ആ കരം ഉയർത്തി പിടിച്ചാട്ടെ. ഒരടി നടന്നില്ല. ഹാഗാറിന് വേണ്ടി കിണർ പൊട്ടാൻ ആരും വന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ബോർവെൽ വന്നില്ല. സയൻസ് വായിച്ച് ഞാൻ കരഞ്ഞു. ഒരമ്മയുടെ കണ്ണുനീർ ആ മണലിൽ വീണപ്പോൾ 2 കിലോമീറ്റർ കടന്ന വെള്ളം ഒരു തായ് കയ്യിൽ കൊടുത്തു. ഒരു തായ് കുളന്തയ്ക്ക് വേണ്ടി ഉറ്റ തണ്ണീർ മരുഭൂമി കൊടുത്തപ്പോൾ ഉറവയെ തുറന്ന ദൈവം. ആ കരം ഉയർത്തി പിടിച്ചാട്ടെ. എന്റെ വിസയുടെ വിഷയത്തിൽ, എന്റെ പരീക്ഷയുടെ വിഷയത്തിൽ, എന്റെ ജോലിയുടെ വിഷയത്തിൽ, എന്റെ PSCയുടെ ടെസ്റ്റിന്റെ വിഷയത്തിൽ, എന്റെ രോഗത്തിന്റെ വിഷയത്തിൽ, എന്റെ കടഭാരത്തിന്റെ വിഷയത്തിൽ, എന്റെ ലോണിന്റെ വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു ഉറവയെ തുറക്കുക. കരം ഉയർത്തി പിടിച്ചാട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക് നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവർ. എല്ലാവരും ചേർന്നൊരു പഴയ പാട്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന്. യെസ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. കോട്ടുകോണ കരമുയരട്ടെ. നീൻമണി പോലെ കാത്തിടുവേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ഒരിക്കൽ കൂടി നിന്നെ വിളിച്ചവൻ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. അമ്മച്ചിയേ, മണി പോലെ കാത്തിടുവേ. അന്ത്യം വരെ
അന്ത്യം വരെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ Lord Jesus. താങ്ങി നടത്തിടും കരങ്ങൾ ഉയരട്ടെ. അടലേറും ജീവിതം അരുവിൽ സ്വർഗത്തിന്റെ ക്യാമറ ഈ മക്കളെ കാണട്ടെ. തളരുകയോ ഇനി സഹജേ Lord Jesus. അടലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജേ പ്രയാണത്തിൽ കൊണ്ടുപോകണം. പ്രയാണത്തിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു നല്ല നായകൻ നമുക്കില്ലയോ കരുതും നമുക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക ഒരിക്കൽ കൂടി പ്രയാണത്തിൽ എല്ലാ കരങ്ങളും ഒരു നല്ല നായകൻ നമുക്കില്ലയോ കരുതും ധീര